മച്ചന്മാരെ വെൽക്കം ബാക്ക് ടു സോളോ വീലേഴ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഇതേ CBC അങ്ങനെ 73,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്, 74,000 കിലോമീറ്റർ ആവുന്നുണ്ട്. അപ്പോൾ വണ്ടി എന്തായാലും നല്ല രീതിയിൽ സിലിണ്ടർ കിറ്റ് കാര്യങ്ങളൊക്കെ പണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടുമെന്ന് അറിയാം, കാരണം നല്ല രീതിയിൽ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. അപ്പോൾ നമ്മുടെ മുതലാളി ഇവിടെ ഉണ്ട്. ഈ ഇരിക്കുന്ന മനുഷ്യനെ നമ്മൾ കാത്ത് ഒരാഴ്ചയായിട്ട് പുറകെ നടക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ പണിയാൻ വന്നിട്ടുണ്ട്. ഇതിനെ സെറ്റ് ചെയ്തില്ലണോ യൂണിക്കോണ്ട? ഓക്കെ, ഐസിലേക്ക് കൊടുക്കണം. ഓക്കെ ആണോ? അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി പണിയാൻ കയറ്റുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് കേൾപ്പിച്ച് തരാം. റാങ്ക് അടിക്കുന്ന ചെറിയ രീതിയിൽ സൗണ്ട് ആയിട്ടുണ്ട്. ഏകദേശം 70,000 കിലോമീറ്ററൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഓയിൽ കാര്യങ്ങളൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ഓയിലൊക്കെ റീഫില്ല് ചെയ്തായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുള്ളത് 73,884 കിലോമീറ്ററാണ് കറക്റ്റ് ഇപ്പോഴത്തെ റീഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടാങ്ക് ഒഴിച്ചിട്ടുണ്ട്, സൈലൻസർ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ബോഡി പാനലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ടാങ്കും സൈലൻസറും ഉണ്ട്. അപ്പോൾ ഇത് കഴുകാനായിട്ട് സർവീസ് സെൻ്ററിലോട്ട് പോവുകയാണ്. ഈ ആക്റ്റീവയും കഴുകണം കേട്ടോ. ആക്റ്റീവയ്ക്കകത്ത് നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട് അടിഭാഗത്തുനിന്ന്. അത് സിലിണ്ടർ കിറ്റിൻ്റെ ഭാഗത്തുനിന്നല്ല, അത് നമ്മുടെ എന്താ പറയുക എൻജിൻ്റെ ഏസിങ്ങിൻ്റെ അവിടെ നിന്നാണ് തോന്നുന്നു. അപ്പോൾ അതുകൂടെ വാഷ് ചെയ്യണം. വണ്ടി വാഷ് ചെയ്തില്ലെങ്കിലും ഈ സൈലൻസർ ഈ ടാങ്കെങ്കിലും നമുക്ക് വാഷ് ചെയ്ത് കിട്ടണം. കണ്ടിട്ട് വാഷിങ് ഇല്ല. ഇവിടെ മെയിനായിട്ട് വണ്ടി എല്ലാ വണ്ടിയും ചെയ്യുമെന്ന് തോന്നുന്നല്ലേ ചേട്ടാ? ഒന്ന് വാഷ് ചെയ്യാൻ ഒരു ടാങ്കും ഈ സൈലൻസറും ആക്കും. ഓക്കെ, ടാങ്ക് ഇടിയോ? പറയാൻ പറ്റത്തില്ല കേട്ടോ. തുരുമ്പടിച്ചിരിക്കാൻ അകത്ത് വലിയ തുരുമ്പില്ല. ഇത് CBC. ഓ, നമ്മുടെ സൈലൻസർ കഴുകുന്നുണ്ട്. ഓ, നല്ല രീതിയിൽ കരിയാടുന്നുണ്ട്. അതേ, നമ്മുടെ ആക്റ്റീവ എടുത്തിട്ട് കുറേ നാളായി, ഏകദേശം 1 മാസത്തിന് മേളിലായി വണ്ടി എടുത്തിട്ട്. അപ്പോൾ നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഓയിൽ ലീക്ക് ഉണ്ട്, അതെന്താണെന്ന് അറിയണം. ടാങ്കിനകത്ത് നല്ല ഇതുണ്ടെന്ന് തോന്നുന്നല്ലേ, കരടുണ്ടല്ലേ? ടാങ്കിനകത്ത് നല്ല രീതിയിലുള്ള കരടൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി നല്ല രീതിയിൽ ഫോമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാരതെ നമ്മുടെ ആക്റ്റീവ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നല്ല പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ നല്ല രീതിയിലാണ് കേട്ടോ ഇവരുടെ വാഷിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ മൊത്തത്തിൽ ഇത് ഇത്രയും വാഷ് ചെയ്ത് നമ്മുടെ പെട്രോൾ ടാങ്കും അതേപോണക്ക് സൈലൻസറോടെ ക്ലീൻ ചെയ്തതിന് ടോട്ടൽ ആയത് 200 രൂപയാണ്. നമ്മുടെ വണ്ടി ഇതേ ഫുൾ അഴിച്ച് ഇതിനകത്ത് ഈ ഒരു കോലമാക്കി ഇട്ടിട്ടുണ്ട്. ആണോ? എന്തൊക്കെയാണ് മേടിക്കേണ്ടത്? എന്തൊക്കെയാണ്? ഓക്കെ, പിന്നെ ടൈമിംഗ് ചെയിൻ കിറ്റ് ഇല്ലേ, പിന്നെ വാൽവ് കിറ്റ്, ഇത്ര 3 സാധനങ്ങൾ മാത്രം മതി. പിന്നെ ഗ്യാസ് കിറ്റ് വേണ്ടേ? പാക്കിംഗ് ഇല്ലേ? ഓക്കെ. അപ്പോൾ ഇത്ര മൊത്തം സാധനം സിലിണ്ടർ കിറ്റ് ഇല്ലേ? അപ്പോൾ ഇന്ന് ഫുള്ള് കയറും. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ വാങ്ങിക്കൊണ്ട് വരാം. അപ്പോൾ ഇനി ലയത്തിൽ കൊടുക്കുന്ന എന്തോ പരിപാടി? ഹെഡ് അടിച്ച് കൊടുത്താൽ മതി. ഹെഡ് അടിച്ച് കൊടുത്താൽ മതി അല്ലേ? പാനി സീറ്റിംഗ് അല്ലേ? ഓക്കെ. അപ്പോൾ മൊത്തമാരെ, അപ്പോൾ ഫുള്ള് സംഭവം നമ്മൾ ലിസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്കവാറും ഇന്ന് ഫുള്ള് നമ്മുടെ അക്കൗണ്ട് കാര്യമാവും. നമ്മളങ്ങനെ ഹീറോയുടെ ഷോറൂമിലല്ല, സ്പെയർ മാത്രം കിട്ടുന്ന ഡിയുടെ ഓതറൈസ്ഡ് സ്ഥലമാണിത്. ചേട്ടാ, CBCയുടെ എക്സ്ട്രീമിൻ്റെ സിലിണ്ടർ കിറ്റ് 2012 ഡിജിറ്റൽ മീറ്റർ വരുന്നത്, ടൈമിംഗ് ചെയിൻ കിറ്റ്, ക്യാം ഷാഫ്റ്റ്, റോക്രാം അതെ തന്നെ, പിന്നെ വാൽവ് അഡ്ജസ്റ്റർ നട്ട് ആൻഡ് സ്റ്റഡ്, വാൽവ് കിറ്റ്, ക്ലച്ച് കവർ പാക്കിങ്, ഗിയർ ഷാഫ്റ്റ് സ്പ്രിങ്, പിന്നെ ആ ടൈമിംഗ് ചെയിൻ്റെ കിറ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ പാർട്സുകൾ സെപ്പറേറ്റ് സാധനങ്ങൾ.
അപ്പോൾ ടോട്ടൽ ബില്ല് വന്നിട്ട് 7207 ചേട്ടാ. ഇതല്ലേ കറക്റ്റ്? ഓക്കെ ചേട്ടാ, ആയിട്ടുണ്ടേ ചേട്ടാ. അപ്പോൾ ഇതാണോ? ഇതിന് ഫുൾ സെറ്റ് ഉണ്ടല്ലോ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. നല്ല വെയിറ്റ് ഉണ്ട്. സിലിണ്ടർ കിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഫുള്ള് സാധനങ്ങൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടോ നോക്കിയേ. അൺബോക്സിങ് ദിയ. നമ്മുടെ വണ്ടിയുടെ ഫുള്ള് അഴിക്കാൻ പോവുകയാണ്. ആണോ? അപ്പോൾ ഇത് ലയത്തി കൊടുക്കേണ്ട എന്താണ്? ഹെഡ് കൊടുക്കണം അല്ലേ? അതെന്തോ ത്രെഡ് ഇടാനായിട്ടാണോ അതോ വാൽവ് സെറ്റ് ചെയ്യാനായിട്ട്? ഓക്കെ. നമ്മൾ ഒരു വട്ടം ഇതിൻ്റെ ടാപ്പറ്റ് ടൈറ്റ് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുള്ളൂ. ഹെഡിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഓയിലൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. നല്ല രീതിയിൽ ഇത് അടഞ്ഞതാണല്ലേ ഈ ഒരു ഹോള്. അപ്പോൾ ദേ നമ്മുടെ സ്പാർക്ക് പ്ലഗിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടറിയാം. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതും മാറണം. അപ്പോൾ സ്പാർക്ക് പ്ലഗ് എന്തായാലും സിലിണ്ടർ കിറ്റ് മാറുമ്പം മാറേണ്ടതാണ് അല്ലേ? ഒരു സ്പാർക്ക് പ്ലഗ് മേടിക്കണം. ടെൻഷനറാണല്ലേ ഈ സാധനം. ഈ സംഭവം എല്ലാം മാറാനുള്ളതാണല്ലേ? ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നല്ല രീതിയിൽ കരി കയറിയിട്ടുണ്ടല്ലേ അണ്ണാ? ഇതാണ് നമ്മുടെ ഹെഡിൻ്റെ അവസ്ഥ. യൂണിക്കോണിൻ്റെ അല്ലാണ് ഇത് ഇവിടുത്തെ മാറിയത്? യൂണിക്കോണിൻ്റെ സിലിണ്ടർ കിറ്റാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു വ്യത്യാസമില്ല, സെയിം സാധനം തന്നെ. അപ്പോൾ യൂണിക്കോണിനും CBSഡിനും വരുന്ന സെയിം സിലിണ്ടർ കിറ്റാണ്. ഇതിൻ്റെ വിലയില്ലേ? ഇതിന് 3600 രൂപ. അതാണ് ഹോണ്ടയും ഹീറോയും തമ്മിലുള്ള വ്യത്യാസം. അതാണ് സെയിം സാധനം തന്നെ, ഒരു വ്യത്യാസവും ഹോണ്ടയ്ക്കകത്തിരിക്കുന്ന യൂണിക്കോണിനകത്തൊക്കെ ഇരിക്കുന്ന സെയിം എഞ്ചിനാണല്ലേ ഇതിനകത്ത് വന്നേക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. ഹീറോയുടെ സാധനത്തിന് വില കുറവാണ്, ഹോണ്ടയുടെ സാധനത്തിന് വില കൂടുതലാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ആ, ചിലത് ഹീറോയുടെ സാധനത്തിന് വില കൂടുതലുണ്ട്. ഇതാണല്ലേ റോക്രാം. ഓക്കെ. ക്യാം ഷാഫ്റ്റ്, റോക്രാമും ക്യാം ഷാഫ്റ്റും. ക്യാം ഷാഫ്റ്റ് ഫുള്ള് ഇതും വല്ലാതായിട്ടുണ്ട് അല്ലേ? ചെറിയ രീതിയിൽ. അപ്പോൾ അതും വെച്ചോണ്ടിരിക്കണ്ട, മാറിയേക്കാം. ആണോ? നൈസായിട്ട് പണി. നമ്മളത് ഈ നേരത്തിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൊണ്ട് കൊടുത്ത് സെറ്റ് ചെയ്യാൻ പറയണം. വാൽവ് സെറ്റ് ചെയ്യാൻ എപ്പോഴത്തേക്ക് ഒരു 1.5 മണിക്കൂറല്ലേ? ഓക്കെ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത്. 1.5 മണിക്കൂർ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ഇനിയും ഒരു സ്പാർക്ക് പ്ലഗ് മേടിക്കണം. അതേപോണക്ക് ലെഫ്റ്റ് സൈഡിലത്തെ ഒരു ഗ്യാസ്കിറ്റ്. അപ്പോൾ ഈ ആക്റ്റീവയ്ക്ക് ഒരു സൈഡിലോട്ട് വെച്ചാലേ ഇതിൻ്റെ സെൽഫ് വർക്ക് ചെയ്യത്തുള്ളൂ. അത് വയറിങ്ങിൻ്റെ എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. ലെഫ്റ്റ് സൈഡിലോട്ട് ഫുള്ള് ഇങ്ങനെ തിരിച്ചു പിടിച്ചാലേ ഇതിൻ്റെ സെൽഫ് വർക്കാവത്തുള്ളൂ. CBSഡിൻ്റെ ഒരു സ്പാർക്ക് പ്ലഗും അതേപോലെ ലെഫ്റ്റ് സൈഡിലത്തെ ഗ്യാസ്കിറ്റ് ഇല്ലേ, ഗിയറിൻ്റെ ഭാഗത്ത് വരുന്ന മാഗ്നറ്റ്, അങ്ങനെ എന്തോ ഒരു പേര്. അത് തന്നെ, അത്. ഈ 2 സംഭവങ്ങളാണ് മേടിച്ചിട്ടുള്ളത്. സൈഡിൽ ഗ്യാസ്കിറ്റ് മേടിച്ചിട്ടുണ്ട് ഗിയർ ഭാഗത്തിൻ്റെ അവിടുത്തെ. ഈ ഒരു സാധനം മാത്രമേ നമ്മൾ മറന്നു പോയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഈ നോർമലായിട്ടുള്ള ഒരു സ്പാർക്ക് പ്ലഗ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ஆனால் അപ്പോൾ എല്ലാം അഴിച്ചിട്ടുണ്ട് അല്ലേ? ക്ലച്ച് അസംബ്ലി നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലച്ച് ഡിസ്കിൻ്റെ ഭാഗമാണ്. ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ഓയിൽ കട്ടി പിടിച്ച പോണക്കല്ലേ, കട്ടി പിടിച്ച പോണക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് ഓയിൽ മാറിയത്. ഫിൽട്ടർ ഈ ഒരു ബ്ലോക്ക് ക്ലീൻ ചെയ്യണമല്ലേ? ഈ ഒരു ബ്ലോക്ക് വന്നാൽ മതി. ഇതിൻ്റെ അവസ്ഥ ഇത് മൊത്തം പോയില്ല എണ്ണ. ഫിൽട്ടർ ഇല്ലാത്ത വണ്ടിക്കകത്തെല്ലാം ഇതും ക്ലീൻ ചെയ്യണം അല്ലേ? ഓയില് എഞ്ചിൻ പണിയാവും അല്ലേ? നിർത്തും. ഇതിപ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിലായിട്ടുണ്ട് അല്ലേ? നോക്കേ. ഓ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗിയർ ഷാഫ്റ്റ് അല്ലേ? തേയ്മാനമായിട്ടുണ്ടോ? കുഴപ്പമില്ലല്ലേ? ഈ സ്പ്രിങ്
മാറിയതാണ് അല്ലേ. അപ്പോൾ തന്നെ ഗിയർ ഷാഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിൽട്ടർ, ഓയിൽ ഫിൽട്ടർ. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് മേടിക്കാൻ കിട്ടാഞ്ഞത്. ആണല്ലേ. നമ്മുടെ ഈ കിക്കർ ഇല്ലാത്ത CVZ ഇല്ലേ, അതിനകത്ത് വേണേൽ നമുക്ക് കിക്കർ ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു പാക്കിങ്ങും ഒരു കിക്കറും ആഡ് ചെയ്യാൻ പറ്റും ഇവിടെ അല്ലേ. ഷാഫ്റ്റും മേടിച്ചാൽ മതി. അതൊരു എത്ര രൂപ എക്സ്പെൻസ് ആയിരിക്കും? 2500 രൂപയുണ്ട് കിക്കർ ഇല്ലാത്ത CVZ കിക്കർ ഉള്ളതാക്കാം വിത്ത് കവർ. ഓ, അപ്പോൾ പിന്നെ അതിലല്ലാതെ എവിടെയെങ്കിലും പൊളിക്കാനുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. കിക്കറുള്ള വണ്ടികൾ പൊളിക്കാനുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ 2010-ൻ്റെ ഒക്കെ സെയിം പാക്കിംഗ് ആയിരിക്കും വരുന്നത്. ഈ പാക്കിങ് കറക്റ്റ് ആയില്ലെങ്കിൽ ലീക്ക് വരും അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ പുതിയ പിസ്റ്റൺ അല്ലേ, ഇതിന് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പിസ്റ്റൺ സെറ്റ് ചെയ്യുകയാണല്ലേ. അതെ, നമ്മുടെ സിലിണ്ടർ കറക്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഈ സ്ക്രാച്ച് വീണ് തുടങ്ങുമ്പോഴാണ് പുക ആയി തുടങ്ങുന്നത്. 2 തരത്തിലുള്ളല്ലേ, ബ്ലാക്കും വൈറ്റും. വൈറ്റ് വരുന്നത് എന്തിനാണ്? വൈറ്റ് വരുന്ന ഓയിൽ കത്തുമ്പോൾ. ബ്ലാക്ക് നമുക്ക് ട്യൂണിങ്ങിൻ്റെ ടൈമിംഗ് ചെയിൻ്റെ പാടാണ് അല്ലേ. ടൈമിംഗ് ചെയിൻ അതിനകത്ത് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഹെഡ് ലയത്തിൽ കൊടുത്ത് വാൽവ് സെറ്റ് ചെയ്തല്ലേ. ഓക്കെ, നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സെറ്റ് ചെയ്യണം അവിടെ. അങ്ങനെ നമ്മൾ മോട്ടിയോളിൻ്റെ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. 1000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അല്ലേ. 400 രൂപയാണ് ഈ മോട്ടിയോളിൻ്റെ ഓയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവാ. പമ്പ് ചെയ്യുന്നല്ലേ, അതായത് പഴയ ഓയിൽ പമ്പ് ചെയ്താണ്. ഇതിനകത്തൂടെ പമ്പ് ചെയ്ത് സ്പ്രേ ചെയ്ത് വീഴത്തില്ല അല്ലേ. അപ്പോൾ ലാസ്റ്റ് നമ്മളിത് അങ്ങനെ ഹെഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് പണി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ജസ്റ്റ് ഫ്രണ്ടിലത്തെ ഡിസ്ക് പാഡ് ഇളക്കി നോക്കിയപ്പോൾ കണ്ടതാണ്, ഫുള്ള് തേഞ്ഞിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് ഇതുവരെ ഫ്രണ്ടിലത്തെ ഡിസ്ക് പാഡ് പണിഞ്ഞിട്ടില്ല, അതായത് ഡിസ്ക് പാഡ് മാറിയിട്ടില്ല. അപ്പോൾ അതേ നമ്മുടെ സിലിണ്ടർ കിറ്റ് മാറിയിട്ടുണ്ട്. MC കിറ്റ് ഇല്ലായിരുന്നോ? MC കിറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ആയതുകൊണ്ടാണ് വണ്ടി നമ്മൾ അന്ന് ഇറക്കാഞ്ഞത്. നല്ല രീതിയിൽ എഞ്ചിൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ, കയറുന്നുണ്ട്. ആദ്യം അപ്പോൾ എത്ര കിലോമീറ്ററാണ് ലിമിറ്റൊക്കെ സ്പീഡ്? 50-55 50-55 നിന്നാൽ മതി അല്ലേ. അപ്പോൾ മൈലേജ് അതിന് ശേഷം ചെക്ക് ചെയ്താൽ മതിയല്ലോ. ഏതൊരു ബോട്ട് വെച്ചാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വണ്ടിയുടെ സംശയങ്ങളുണ്ടെങ്കിൽ അണ്ണനെ വിളിച്ചാൽ മതിയോ? എടുക്കൂ, പിന്നെന്താ നമ്പർ എടുത്തേക്കാം. അപ്പോൾ അണ്ണനെ വിളിച്ചാൽ മതിയാവും. അപ്പോൾ മിസ്സന്മാരെ, അപ്പോൾ അതെ വണ്ടി ഓടിച്ചിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ സ്മൂത്ത് ആയിട്ടുണ്ട്. ഗിയറിൻ്റെ അവിടെ നിന്നുള്ള നല്ല രീതിയിൽ ഗിയറൊക്കെ ഹാർഡായിരുന്നു. അപ്പം ഗിയറിൻ്റെ അവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മളൊരു 1000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഓയിൽ ഒന്നുകൂടെ ചേഞ്ച് ചെയ്യും. അപ്പോൾ എഞ്ചിനെല്ലാം ഒന്ന് സെറ്റ് ആവുന്നിടം വരെ, അതായത് പുതിയൊരു വണ്ടി എടുത്ത് കഴിയുമ്പോൾ ചെയ്യേണ്ട അതേ ഇത് തന്നെയായിരിക്കും ഇനിയും വണ്ടിയിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് എത്രയാണെന്ന് ഉള്ളത് ഞാൻ എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഒന്ന് നിർത്തിയതിന് ശേഷം പറഞ്ഞു തരാം. ടോട്ടൽ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് ഇപ്പോൾ എക്സ്പെൻസ് ആയിരിക്കുന്നതെന്ന് പറയുന്നത് ടോട്ടൽ 9100 രൂപയാണ്. അതായത് നമുക്ക് 7350 രൂപ അടുപ്പിച്ച് നമ്മുടെ സ്പെയർ പാർട്സിന് മാത്രം വന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട് വാങ്ങേണ്ടത് വന്നതെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഗ്യാസ് കിറ്റ് ഉണ്ടായിരുന്നു ഈ സൈഡിലത്തെ, ആ ഒരു ഗ്യാസ് കിറ്റും വാങ്ങണമായിരുന്നു. പിന്നെ നമുക്ക് ഒരു സ്പാർക്ക് പ്ലഗും എക്സ്ട്രാ ആയിട്ട് വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് 7350 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. പിന്നെ നമുക്ക് ലയത്തിൽ കൊടുത്തതിന് 200 രൂപയാണ് ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ലേബർ ചാർജ് വന്നിട്ട് 1200 രൂപയാണ് വണ്ടിയിലായിട്ടുണ്ട്. വണ്ടി ഇപ്പം കുറേ പേര് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇപ്പം ഈ ഒരു വണ്ടി ഇത്രയും പൈസ കൊടുത്ത് പണിയേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ. അത് വണ്ടിയോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ട് മാത്രം പണിഞ്ഞതാണ്. കാരണം ഇനിയിപ്പോൾ വണ്ടിയിൽ ഓൾമോസ്റ്റ് വലിയ വർക്കുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ എടുത്ത് ഒരു 2 വർഷം നല്ല രീതിയിൽ വണ്ടിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പണിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്കത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഇങ്ങനൊരു വീഡിയോ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് CVZ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അത് ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ കൂടുതലും ചർച്ച ചെയ്യുന്ന ഈ ഒരു വണ്ടിയുടെ
മെക്കാനിക്കൽ ഭാഗങ്ങളും അതേപോലെ ചെറിയ മീറ്റപ്പ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.